ഞാൻ മജീദാണ്. ഞാനിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇന്ന് വീഡിയോസിൽ വന്നിരിക്കുന്നത്. ഞാൻ കെട്ടിട നിർമ്മാണ മേഖലയിൽ എനിക്ക് വീടിൻ്റെ സിമെൻറ്റ് തേപ്പ് വർക്കാണ്. അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. കാരണം ഞാൻ ഏത് വീഡിയോസ് ഇട്ടാലും അതിൽ ചില ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ഇടലുണ്ട്. എന്നുവെച്ചാൽ മലയാളീസ് മടിയന്മാരാണ്, പണി കൊടുത്താൽ ഒരു പണി തീർക്കൂല, ഒരു കല്യാണ സൽക്കാരം പറഞ്ഞുകൊണ്ട് അങ്ങനെ ലീവാക്കും. അപ്പോൾ എനിക്ക് ആദ്യമേ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്നുവെച്ചാൽ മലയാളീസ് പണിക്കാരിൽ കുറച്ച് ആൾക്കാർ മടിയന്മാരുണ്ട്. അത് പറയുന്നത് വളരെ വളരെ ശരിയാണ്. പക്ഷേ മടിയില്ലാത്ത ആൾക്കാരുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം. കാരണം ഇനി ബംഗാളിലായാലും എന്നുവെച്ചാൽ കേരളത്തിലായാലും ഇനി ഇന്ത്യൻ്റെ ഏത് സംസ്ഥാനത്തായാലും അവരുടെ നാട്ടിൽ പണിയെടുക്കുമ്പോൾ എന്നുവെച്ചാൽ കല്യാണം, അതേമാതിരി സൽക്കാരം, മരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ലീവ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ആ പേരും പറഞ്ഞുകൊണ്ട് മടിച്ച് പണിക്ക് വരാത്ത ആൾക്കാരുമുണ്ട്. പക്ഷേ മടിയില്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കേരളത്തിൽ മൊത്തം കരാർ എടുക്കുന്ന കോൺട്രാക്ടർമാരുണ്ടല്ലോ, ആ കോൺട്രാക്ടർമാർ ഓർക്കൊന്നും കൂടി മെച്ചം കിട്ടാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ എന്നുവെച്ചാൽ ഫസ്റ്റ് വന്ന ബംഗാളികൾ അവർ ചെറിയ റേറ്റിന് എന്നുവെച്ചാൽ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പൊക്കെ 50,000-നും 55,000-നും പണി കരാർ എടുത്തിട്ട് അവർ എന്താ കാട്ടുന്നത്, അവരുടെ ബംഗാൾ പോയിങ്ങാണ്ട് അവരുടെ നാട്ടിൽ നിന്ന് പണിക്കാരെ കൊടുങ്ങാണ്ട് ആ പണിക്കാർക്ക് റൂമും ചെലവും കൊടുത്തിട്ട് മാസത്തിൽ ഒരു 12,000 റുപ്യ അല്ലെങ്കിൽ 13,000 റുപ്യ മാസ ശമ്പളമായി കൊടുത്തിട്ട് അങ്ങനെയാണ് ഇവിടെ ബംഗാളികൾ എന്നുവെച്ചാൽ കേരളത്തിൽ ഫസ്റ്റ് വന്ന് ബംഗാളി എല്ലാവരും ഇല്ല, ചില ബംഗാളികൾ കരാർ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കരാർ എടുക്കുന്ന ബംഗാളിക്ക് അതിന് മെച്ചമുണ്ടാവും. കാരണം ബംഗാളിൽ എന്ന് പറഞ്ഞാൽ ഒരു മേശരിക്ക് 450 റുപ്യാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. അതേമാതിരി ഒരു ഹെൽപ്പർക്ക് 350 റുപ്യാണ്. അവിടെ അരി പച്ചക്കറിക്കൊക്കെ വില കമ്മിയാണ്. കാരണം അവിടെ കൃഷി ചെയ്തുകൊണ്ടാണ് അരിയും പച്ചക്കറി ഉണ്ടാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ എന്താണ്, ഇവിടെ കൃഷി കമ്മിയാണ്. അപ്പോൾ അവരുടെ സംസ്ഥാനത്ത് നിന്ന് വെച്ചാൽ തമിഴ്നാട്, കർണാടക, ബംഗാൾ ഇവിടുന്നൊക്കെ അരിയും പച്ചക്കറിയും വന്നിട്ട് വേണം നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് തിന്നാൻ. അപ്പോൾ ഇവിടെ അരി പച്ചക്കറിക്ക് വില കൂടും. കാരണം ലോറിൻ്റെ വാടക കൊടുക്കണം, ഡീസൽ പൈസ. അപ്പോൾ ഇവിടെ അരി പച്ചക്കറിക്ക് വില കൂടും. അപ്പോൾ ഇവിടെ 1000 റുപ്യ കിട്ടുന്നതും ഒരു മേശരിക്ക് 1000 റുപ്യ കിട്ടുന്നതും ഒരു ഹെൽപ്പർക്ക് 800 റുപ്യ കിട്ടുന്നതും അതേമാതിരി ബംഗാളിൽ ഒരു മേശരിക്ക് 450 റുപ്യ കിട്ടുന്നതും ഒരു ഹെൽപ്പർക്ക് 350 റുപ്യ കിട്ടുന്നതും ഒരേ മാതിരിയാണ്. എന്നുവെച്ചാൽ അരി പച്ചക്കറിൻ്റെ വില നോക്കുമ്പോൾ ഇവിടെ കൂടുതലും, നമ്മുടെ കേരളത്തിൽ കൂടുതലും ബംഗാളിൽ അരി പച്ചക്കറിക്ക് വില കമ്മിയാണ്. അപ്പോൾ ആ റേറ്റിന് എന്നുവെച്ചാൽ ഇപ്പോൾ 4 ദിവസം 5 ദിവസമൊക്കെ പണി ഉണ്ടെങ്കിൽ ആൾക്കാർ എന്താ ചെയ്യുന്നത്, കരാർ കൊടുക്കുകയാണ്. കാരണം ഇവിടെ ചവറ് പോലെയാണ് ഇപ്പോൾ പണിക്കാർ ഈ മേഖലയിൽ, തേപ്പിൻ്റെ പണിക്കാർ. അപ്പോൾ 4 ദിവസത്തെ 5 ദിവസത്തെ പണിയൊക്കെ ഇപ്പോൾ ചില ആൾക്കാർ കരാർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഞങ്ങൾ പോലത്തെ ആൾക്കാർ എന്നുവെച്ചാൽ കൂലി ഒക്കാത്തത് കൊണ്ട് കരാർ എടുക്കാതെ നിൽക്കും. പക്ഷേ അങ്ങനെ കരാർ എടുക്കാതെ പണിയെടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലത്തെ കുട്ടികൾക്ക് അതേമാതിരി കുടുംബം അത് നോക്കണ്ടേ. അപ്പോൾ എന്നുവെച്ചാൽ ഒരു വ്യക്തി ഒരു കടലിൽ ചാടിയെന്ന് കൂട്ടുക, അല്ലെങ്കിൽ വലിയൊരു പുഴയിൽ വലിയ നദിയിൽ ചാടിയെന്ന് കൂട്ടുക, ആ വ്യക്തിൻ്റെ മുന്നിൽ ഒരു പുൽക്കൊടിയാകാരം കാണുക. അപ്പോൾ ആ പുൽക്കൊടിമേ വെച്ചാൽ ഇപ്പോൾ പിടിച്ചാലും പിടുത്തം കിട്ടൂല, എന്നാലും താണ് പോകുന്നു ആ വ്യക്തിക്കറിയാം. എന്നാലും തന്നെ ആ വ്യക്തി എന്താ കാട്ടുക, ആ പുൽച്ചെടിമേ ഒന്ന് പിടിച്ചാൽ നോക്കും. അതേമാതിരിയാണ് ഇപ്പോൾ എന്നെപ്പോലെ മലയാളീസ് മേശരിമാരുടെ അവസ്ഥ. എന്നുവെച്ചാൽ ചെറിയ റേറ്റിന് പോയിങ്ങാണ്ട്, പണി ഇല്ലാത്തത് കൊണ്ട് പോയിങ്ങാണ്ട് ചെറിയ റേറ്റിന് പോയിങ്ങാണ്ട് തല വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ കിട്ടുക, ഒരു വീടിൻ്റെ പണി കഴിയുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ 50,000 50,000 എടുത്തു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ പണി കഴിയുമ്പോൾ ഒരു 500 റുപ്യ 600 റുപ്യ കൊള്ളും. രാവിലെ 8 മണിക്ക് ഇറങ്ങിയാണ്ട് വൈകുന്നേരം 6 മണി വരെ പണിയെടുത്താൽ കൂലി വെക്കുക. ഇത് മാസറിയില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തെ അവസ്ഥ. ഇനി ഇത് കണ്ടുകാണ്ട് മൊത്തം കരാർ എടുക്കുന്ന കോൺട്രാക്ടർമാർ ഇതിൽ കമൻറ്റ് ഇടും, മലയാളീസ് മടിയന്മാരാണ്, അവർക്ക് കൂലി കുറേ വേണം. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ ഒരു ദിവസത്തെ പണിക്ക് 2 ദിവസത്തെ പണിക്ക് നിങ്ങൾ ഇനി ബംഗാളീസിനെ മലയാളീസിനെ വിളിച്ച് നോക്കുകയാണെങ്കിൽ ഒരു പണി അറിയാത്ത ആൾക്കാർക്കും 800 റുപ്യയും ചിലവും കൊടുക്കണ്ടേ. അപ്പോൾ ഈ വീടിൻ്റെ തേപ്പ് ചെറിയ റേറ്റിന് കരാർ എടുത്തിട്ട് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കൂലി. കാരണം ഞാൻ കഴിഞ്ഞ കൊല്ലം 2023 ഒക്ടോബറിൽ ഞാൻ സെക്രട്ടറിയിൽ പോയാണ് നിവേദനം കൊടുത്തിരുന്നു. അത് ഞാൻ പിന്നെ വീട്ടിലേക്ക് ശരിയാക്കാറുണ്ട്. വീട്ടിൽ വന്നിട്ട് ലേബർ കമ്മീഷണർ ഒരു കത്ത് എഴുതി സർക്കാരായിട്ട് കൂലി ഇങ്ങനെയുള്ളത്. 2019 മുതൽ കേരളത്തിൽ ഒരു മേശരിക്ക് 890 ഒരു ഹെൽപ്പർക്ക് 770 റുപ്യ ആണ് കേരളത്തിൽ കൂലി സർക്കാരുടെ അതിൽ. അത് പണിൻ്റെ ടൈം എങ്ങനെയാണ്, 8 മണി തൊട്ടാണ്ട് 4 മണി വരെ. ആ കൂലി ഒക്കൂലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ലേബർ ഓഫീസർ പോയി ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ജില്ലാ കളക്ടറെ പോയാണ്ട് ഞാൻ കണ്ട് നിവേദനം കൊടുത്തു. അത് ഞാൻ വീഡിയോസിൻ്റെ ലാസ്റ്റിലൊക്കെ ഞാൻ ആ നിവേദനം കൊടുത്ത ഫോട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കാണിച്ചു തരാം. അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ സർക്കാർ പറയുന്ന ഈ 890 ഹെൽപ്പർക്ക് 770 റുപ്യയും ഈ ചെറിയ റേറ്റിന് കരാർ എടുത്തിട്ട് കിട്ടുന്നില്ല. പക്ഷേ ബംഗാളിക്ക് ആ പൈസ കിട്ടിയാലും ഇവിടെ 600 കിട്ടിയാലും 650 കിട്ടിയാലും അവർക്ക് മെച്ചമാണ്.
കാരണം അവരുടെ നാട്ടിൽ 450 350 റുപ്യാണ് കൂലി. ഓക്കെ. പിന്നെ ബംഗാളിക്ക് പണി കൊടുത്തു കഴിഞ്ഞാൽ ചില വീട്ടുകാർ പറയും ഓർക്ക് പണി കൊടുത്ത് പെട്ടു, കാരണം ഒരു സിമെൻറ്റ് കൂടുതൽ ചിലവാക്കുകയാണ്. അതേമാതിരി ഓല് തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടമാനം സിമെൻറ്റ് ഉണ്ട്, എന്നിട്ട് പെയിൻറ്റിങ്ങാരെ വിളിച്ചാൽ ആ സിമെൻറ്റ് കളയാൻ തന്നെ 16 റുപ്യ പെയിൻറ്റിങ്ങാർക്ക് കൊടുക്കണം പറഞ്ഞാണ്ട് അങ്ങനത്തെ വീട്ടുകാരുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പിന്നെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് കൂടി പണി ഉണ്ടെങ്കിലുള്ളൂ, ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പണി ഉണ്ടാകുള്ളൂ ഞങ്ങളുടെ പോക്കറ്റിൽ പൈസ ഉണ്ടാകുക. ഞങ്ങളുടെ പോക്കറ്റിൽ പൈസ ഉണ്ടായാലുള്ളൂ ഇവിടെ പലചരക്ക് കച്ചവടം, അതേമാതിരി ഇറച്ചിക്കട, മീൻകട, തുണിക്കട, ഇവിടെയൊക്കെ വന്ന് പണി, ഇവിടെയൊക്കെ വന്നു കണ്ട് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ സാധനം മേടിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പണി വേണമെന്നും കൂടി എൻ്റെ പോലീസ് കാണുന്ന ആൾക്കാർക്ക് ഒരു ചിന്ത വേണം. ഓക്കെ.